ജീവിതത്തിൽ നമ്മൾ പല രീതിയിലുള്ള ആളുകളെയും കണ്ടുമുട്ടുന്നുണ്ട്. ചിലരൊക്കെ സ്വന്തം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാറ്, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് എനർജി നൽകാൻ, അവർ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരാൾ വേണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ആശ്രയിക്കാറ്. അങ്ങനെ ചിലർക്കെങ്കിലും ആശ്വാസമാകുന്ന പലരും ഉണ്ട് ഈ ഭൂമിയിൽ. പക്ഷേ മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു നൽകുമ്പോഴും ചിലർക്ക് സ്വയം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് നീറുകയും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ്. അതിന് നമുക്ക് ആരോടും പറയാനില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ പറയുക, നമ്മളതൊരാശ്വാസമാകണം, നമ്മൾ തന്നെ നമുക്കൊരാശ്വാസമാകണം. നമുക്ക് പറയാം, ഇതാണ് നിൻ്റെ ജീവിതം, നീ കരയരുത്. ഒരു പ്രശ്നം വരുമ്പോൾ നീ കരയരുത്, തളരരുത്. ഇതാണ് നിൻ്റെ ജീവിതം. നിനക്ക് ദൈവം വിധിച്ചത് ഈ ജീവിതമാണ്. ഈ ജീവിതത്തിൽ നിനക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. അതിനൊരു പരിഹാരം നിൻ്റെ മനസ്സുകൊണ്ട് നീ കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ്, ഇതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ആദ്യം വേണം. അയ്യോ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് മാത്രം ഉണ്ടായി ഇങ്ങനെ പ്രശ്നം, എൻ്റെ വീട്ടിൽ മാത്രം ഉണ്ടായി എല്ലാവർക്കും അസുഖം, എനിക്കെന്നും സങ്കടമാണല്ലോ. അങ്ങനെയല്ല, ഇതാണ് സങ്കടങ്ങളുടെ പെരുമഴയാണ് ചിലരുടെയൊക്കെ ജീവിതം. അങ്ങനെയാണെങ്കിൽ ഇതാണ് നിനക്ക് ദൈവം വിധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിൻ്റെ ജീവിതം, അത് ഇങ്ങനെയേ പോകൂ. ഒരുപക്ഷെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കേണ്ടതാണ്, സംഭവിച്ചേ പറ്റൂ, അതിനെ നമ്മൾ തരണം ചെയ്യണം, ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അപ്പോൾ ആദ്യം നമ്മളോട് പറയാൻ, കരയണ്ട, കണ്ണ് ഇനി നിറയണ്ട എന്ന് മറ്റൊരാൾ നമുക്ക് പറയാനില്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം പറയാം, നിൻ്റെ കണ്ണ് ഇനി നിറയരുത്, ഇത് നിൻ്റെ കണ്ണാണ്, നീ നിറയ്ക്കരുത്, നീ ശ്രമിക്കുക, കരയാതിരിക്കാൻ ശ്രമിക്കുക. പരമാവധി നമ്മുടെ ഒന്നും കരയുന്ന മുഖം ആർക്കും ഇഷ്ടമില്ല, നമുക്ക് തന്നെയും ഇഷ്ടമില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ ഉള്ളിലൊതുക്കി ചിരിച്ചുകൊണ്ട് നടക്കുന്നവരുടെ മുഖമാണ് എല്ലാവർക്കും ഇഷ്ടം. നമുക്കും അതല്ലേ, ചിരിക്കുന്നവരെ കാണാനാണ് ഇഷ്ടം, ചിരിക്കുന്ന മുഖത്തിനാണ് ഭംഗി. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെ ആയാലും നാളെ നമ്മളെ ഓർക്കുന്നവരുടെ മനസ്സിൽ ആരെങ്കിലും ഓർക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മുടെ ചിരിച്ച മുഖമായിരിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കണം.